നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട്. പുതിയതല്ല, പഴയ പ്രമോ തന്നെയാണ്. അതിനകത്ത് അവസാന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട്, അതായത് കൊച്ചു കള്ള എന്ന് മോഹൻലാൽ ലാലേട്ടൻ പറയുന്ന ആ ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ ഒരു 5 സെക്കൻഡ് അഡീഷണൽ കയറ്റിയിട്ടുണ്ട്. അതിലവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊന്നും നമുക്ക് ആ പ്രമോ എന്താണ്, ആ പ്രമോ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. അതിനുശേഷം ഈ പറയുന്ന 4 ബെഡ്റൂം എന്താണ്, ഹിന്ദിയിൽ ഈ 4 ബെഡ്റൂമുകൾ ഉണ്ടായിരുന്ന സീസൺ 16 എന്തൊക്കെയാണ് അവിടെ നടന്നത്, അതിനെക്കുറിച്ചും അതിന്റെ ബെഡ്റൂമുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ കയറ്റി ആ പ്രമോയുടെ ഭാഗം നമുക്കൊന്ന് കാണാം. ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ ഒരു ബെഡ്റൂമിന് പകരം 4 ബെഡ്റൂമുകൾ. ആകെ മൊത്തം അൺപ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ. ഇത് വെറും ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. 1 2 3 4 ഒന്ന് വെയിറ്റ് ചെയ്യുമോ? മനസ്സിലായല്ലോ. ഇത്രയും ഭാഗമാണ് അവർ അഡീഷണൽ ആയിട്ട് കയറ്റി അവർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത് വെറും ടിപ്പ് ഓഫ് ദി ഐസ് ആണ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കണ്ണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും അല്ല, ഇത് വെറും ഇത് ചെറുത്, കാണാനിരിക്കുന്നതാണ് വലുത്. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല, അവിടെ ഇതിനേക്കാളും അപ്പുറമുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്നാണ് ലാലേട്ടൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? 4 ബെഡ്റൂം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അപ്പോ വീണ്ടും ഈ പറഞ്ഞ തീം അൺപ്രഡിക്റ്റബിൾ എന്നുള്ള തീം തന്നെയാണെന്ന് ഈ ഒരു ഇതിനകത്ത് അൺപ്രഡിക്റ്റബിൾ വീണ്ടും തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി 4 ബെഡ്റൂമുകളുടെ കേസ്, ബെഡ്റൂമുകളൊക്കെ ഞാൻ ഈ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഹിന്ദിയിലുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 16 ഹിന്ദി അത് ഫുള്ളാ കണ്ട ഒരു വ്യക്തിയാണ്. അതിനകത്ത് MC സ്റ്റാൻ ജയിച്ചു. എനിക്കൊന്ന് റണ്ണറപ്പ് ആയിട്ട് എനിക്കൊന്ന് ഈ ശിവ് ഠാക്കറെ ആയിരുന്നു. എനിക്ക് ഇഷ്ടം ശിവ് ഠാക്കറെ ആയിരുന്നു. പക്ഷെ MC സ്റ്റാൻഡാണ് ജയിച്ചത്. ജയിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയും. മനസ്സിലായോ? ഫാൻ ബേസിന്റെ മാത്രം പുറത്ത് ഒരു പോപ്പ് ഗായകനൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ എന്തായിക്കോട്ടെ, അവിടെ 4 റൂമുകളുണ്ട്. ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ക്യാപ്റ്റനായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ബെഡ്റൂം, അല്ലാതെ ഒരു 3 ബെഡ്റൂം. ഇതിനകത്ത് ആദ്യം ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഇവിടെ ആദ്യമേ ഇവരെ പാർട്ടീഷൻ, ആദ്യമേ ഇവരൊരു ഗ്രൂപ്പ് ആവുകയാണ്. മനസ്സിലായി? ചിലപ്പം ഒരു റൂമിനകത്ത് 7 പേര് കിടക്കുന്നതായിരിക്കാം, മറ്റത് പിന്നെ 7, അങ്ങനെ 7 വെച്ച് 3 എണ്ണം, അല്ലെങ്കിൽ ഒന്നിൽ അന്ന് എനിക്ക് ഹിന്ദിയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ബെഡ്റൂമുള്ള, അല്ലെങ്കിൽ 2 ബെഡുകളുള്ള ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെ അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു, ഇവര് പാർട്ടീഷൻ ഇവരുടെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഗാങ്ങിലുള്ളവരെ തന്നെ ഇവർ എന്ത് നേരെ കൊണ്ടുവന്ന് ആ റൂമിലോട്ട് ആക്കുന്നു. ഈ പറയുന്ന അപ്പോൾ തന്നെ അവരൊരു ഗ്രൂപ്പ് ആകുന്നു. അപ്പൊ തന്നെ അവിടെ ഒരു ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പിലുള്ളവരെ മാത്രം അവരുടെ പിന്നീട് ഗോതയിലേക്ക് ഇവരെന്ത് ചെയ്യും, ഓരോരുത്തരായിട്ട് കയറ്റിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് വരുന്ന റേഷനിലെ ഓരോ റൂമിന് പ്രത്യേകിച്ചാണ് റേഷൻ. മനസ്സിലായി? അതായത് ഈ റൂമിൽ നിങ്ങൾ ഇപ്പം ഒരു ഇതിനകത്തോട്ട് റേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം വരും, ആ സമയത്തിനകത്ത് വെച്ച് നിങ്ങൾ റേഷൻ എടുക്കണം. ഇവരെല്ലാം കൂടി പോയെന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കയറുന്നു, സ്റ്റോർ റൂമിലോട്ട് കയറുന്നു, അവിടെ ആവശ്യമുള്ളതൊക്കെ പറക്കി എടുക്കുന്നു. ആ റേഷനായിരിക്കും ഇവർക്കുള്ളത്. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്നതൊക്കെ ഒരാൾ തന്നെയായിരിക്കും. കുക്ക് ചെയ്യുന്നതും ഈ പറയുന്ന ഒരു ടീം തന്നെ ആയിരിക്കും. എന്റെ ഓർമ്മ ശരിയാണ്, കുക്ക് ചെയ്യുന്ന ഒരു ടീം തന്നെയായിരിക്കും. ഇവരുടെ റേഷൻ ഇവർ പറയാം എനിക്ക് ഇത് വെച്ച് തരണം. ഇപ്പൊ ഈ റൂമിലുള്ളവർ ഇന്ന ഐറ്റങ്ങളുണ്ട്, അത് വെച്ച് അവരെന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതായിരുന്നു സംഭവം. പിന്നീട് പലപ്പോഴായി പല കാരണങ്ങളായി ഈ പണിഷ്മെന്റ് കൊടുത്തതുപോലെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ റൂമിൽ കിടക്കുന്ന ഒരാളെ എടുത്തുകൊണ്ട് അവരുടെ ശത്രുപക്ഷത്തുള്ള റൂമിലേക്ക് ഇവരെ കൊണ്ടടയ്ക്കും. അവിടെ നീ അവിടെ പോയി കിടക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ ഒരു ഗ്രൂപ്പൊക്കെ സെറ്റായിട്ട് ഉറങ്ങുകയും എല്ലാം അവരിവിടുത്തെ പരദൂഷണം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ച ടാസ്ക് തോക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നോമിനേഷനിൽ വരെയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്നവരെ ഇവരെ എടുത്തുകൊണ്ട് നേരെ ശത്രുപക്ഷത്തിന്റെ പറയുന്ന ബെഡ്റൂമിലേക്ക് കൊണ്ടിടുക. അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ബിഗ് ബോസ് സീസൺ 16 നടന്നത്. മനസ്സിലായി? അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ റേഷന്റെ കേസാണ്. റേഷൻ വരുമ്പോൾ അടിയും ആരൊക്കെ എത്രയൊക്കെ കൊണ്ടുപോകുന്നു അത് വെക്കാനുള്ള അവിടെ നിന്ന് അടിച്ചു മാറ്റുക. പിന്നെ ആ റൂമിലുള്ളവർ പിന്നീട് അതിന്റെ റേഷൻ അടിച്ചു മാറ്റുന്നു സ്വന്തമായിട്ട് തന്നെ. അതായത് അവരുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റേഷൻ അടിച്ചു മാറ്റുക. ഓരോ റൂമിലുള്ള ആദ്യം റൂമിൽ ഇവർ 7 പേരുണ്ടെന്ന് വെച്ചു. ആ റൂമിലുള്ളപ്പം ഒരു റൂമിൽ 7 പേരുണ്ടെന്ന് വെച്ചു കഴിഞ്ഞു. അത് തുടക്കം ആ റൂമിൽ 7 പേരായിരിക്കും. അതിനുശേഷം മിക്കവാറും ഈ പറയുന്നതെല്ലാം അടിച്ചു പിരിക്കും. 1 2 വരെ പോയിട്ട് ബാക്കി എല്ലാവരും അടിച്ചു പിരിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും റൂം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ മാറി, പ്രണയങ്ങൾ മാറി, അങ്ങനെയുള്ള സെറ്റപ്പാണ്. അടി നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ അത്രയ്ക്കൊരു രസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് എത്ര ഒരു രസമായിട്ടൊന്നും തോന്നിയില്ല. ഈ പറയുന്ന ഇവർക്ക് ഫുഡ് വയ്ക്കാൻ പ്രത്യേക സ്ഥലം, ഇവർക്ക് തന്നെ ഇവരുടെ റൂമിനകത്ത് തന്നെ ഇവരുടെ ഫുഡുകളും കാര്യങ്ങളും വെക്കാനുള്ള പ്രത്യേക സ്ഥലം, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ സംഭവം. അപ്പൊ ഇതാണ് പ്രമേയിൽ ഉള്ളത്. ഇനിയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ പറയുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് അവിടുത്തെ ബിഗ് ബോസ് ഹൗസിലാണ്, ടാസ്കുകൾക്കാണ് വരുന്നത്.
അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് പുതിയ പ്രൊമോകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്, വെറും ടിപ്പ് ഓഫ് ദി ഐസ് ആണ്. ഇതൊക്കെ ചെറുത് വരുന്നതേ, കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.